ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാഭാരതത്തിലെ ഒരു കഥ പറഞ്ഞു തരാം. ഇവിടെ മഹാഭാരത യുദ്ധം എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പാണ്ഡവർ പരീക്ഷത്തിനെ രാജാവായി വാഴിച്ചു. അതൊക്കെ നമുക്കറിയാം. പിന്നീട് നമുക്ക് മഹാഭാരതം ആദ്യം മുതൽ പറഞ്ഞു വരാം. ഇപ്പോൾ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പരീക്ഷത്ത് നമ്മൾ ഭാഗവതം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു, തക്ഷകൻ്റെ ദംശനത്താൽ മരണപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആ സമയത്ത് പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയനെ പറ്റി നമ്മൾ പറഞ്ഞു. ജനമേജയൻ തൻ്റെ പിതാവിനെ തക്ഷകൻ വധിച്ചതിൻ്റെ, ദംശിച്ചു കൊന്നതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സർപ്പസത്രം ഒക്കെ നടത്തുന്നുണ്ട്. ആ കഥ നമുക്ക് വിശദമായിട്ട് മറ്റൊരവസരത്തിൽ പഠിക്കാം. ഇപ്പോൾ ആ ജനമേജയൻ്റെ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങളിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ പാഠം ഈ കഥയിൽ ഉണ്ട്. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ ക്ഷമയോടുകൂടിയിരുന്ന് ഈ കഥ മുഴുവനും കേൾക്കണം. പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയൻ തൻ്റെ സഹോദരന്മാരോടൊപ്പം ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ ഒരു ദീർഘസത്രം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ പേരുകൾ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നിങ്ങനെയായിരുന്നു. അങ്ങനെ തൻ്റെ സഹോദരന്മാരുടെ കൂടെ അവരോടൊപ്പം യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പട്ടിക്കുട്ടി കയറി വരികയാണ്. ജനമേജയൻ്റെ സഹോദരന്മാർ ആ പട്ടിക്കുഞ്ഞിനെ നിർദ്ദയമായി അടിക്കുകയാണ്. പട്ടിക്കുഞ്ഞ് അസഹ്യമായ വേദന കൊണ്ട് പിടഞ്ഞുപോയി. അങ്ങനെ വേദന കൊണ്ട് പിടഞ്ഞുപോയ ആ പട്ടിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചേർന്നു. നിലവിളിക്കുന്ന പട്ടിക്കുഞ്ഞിനോട് ആ പട്ടിക്കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കുകയാണ്, കുഞ്ഞേ, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ ആരാണ് തല്ലിയത്? ഇങ്ങനെ ആ അമ്മ ചോദിച്ചപ്പോൾ ആ പട്ടിക്കുഞ്ഞ് പറയുകയാണ്, അമ്മേ, എന്നെ തല്ലിയത് ജനമേജയൻ്റെ സഹോദരന്മാരാണ്. ഉടനെ ആ അമ്മ ചോദിക്കുകയാണ്, നീ അവിടെ വല്ല കുസൃതിയും കാണിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ആ പട്ടിക്കുഞ്ഞ് പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തില്ല അമ്മേ. ഞാൻ അവിടെ യജ്ഞത്തിന് കരുതി വെച്ചിരിക്കുന്ന ഹവസിൽ അല്ലെങ്കിൽ ഹോമദ്രവ്യത്തിൽ ഒന്നിൽ തന്നെയും നക്കിയില്ല. അതിലോട്ടൊന്നും നോക്കിയതുപോലുമില്ല. ഒരു തെറ്റും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഞാൻ അവിടെ വെറുതെ നിന്നതേ ഉള്ളൂ, അതെല്ലാം കണ്ടുകൊണ്ട് എന്ന് ഈ പട്ടിക്കുഞ്ഞ് പറയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് പറയുന്നത്. നിരപരാധിയായ തൻ്റെ മകനെ തല്ലിച്ചതച്ചതിൽ ആ ശ്വാനമാതാവ് രോഷം പൂണ്ടു. സംഭവത്തെക്കുറിച്ച് നേരിട്ട് ചോദിച്ചറിയുന്നതിന് വേണ്ടി ആ ശ്വാനമാതാവ് ജനമേജയൻ്റെ യാഗശാലയിൽ എത്തിച്ചേർന്നു. സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി ആ മാതാവ് ഇങ്ങനെ ചോദിച്ചു, ഹേ രാജാവേ, എൻ്റെ കുട്ടി ഹവിസിൽ നക്കിയില്ല, ഹവിസിൽ നോക്കിയതുപോലുമില്ല. ഒരു തെറ്റും ചെയ്യാത്ത അവനെ നിങ്ങൾ എന്തിനാണ് ഇത്ര നിർദ്ദയമായി മർദ്ദിച്ചത്? ഈ അമ്മ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിച്ചിട്ടും രാജാവും സഹോദരന്മാരും അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. ഒരു പെറ്റമ്മ നാടുവാഴുന്ന രാജാവിനോട് ഒരു സങ്കടം ഉണർത്തിച്ചതിന് ഇവിടെ ഒരു പുല്ലുവില പോലും ആരും കൊടുത്തില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൽ മനംനൊന്ത ആ മാതാവ് കോപത്തോടു കൂടി ജനമേജയനെ ശപിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടി അതിദാരുണമായി തല്ലിച്ചതച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ അവിചാരിതമായി അസഹ്യമായ ഒരു ഭയം കുടിയേറട്ടെ. ഇങ്ങനെയാണ് ആ ശ്വാനമാതാവ് ശപിച്ചത്. ആ ശ്വാനമാതാവ് ദേവന്മാരുടെ ശുനകിയായ, അതായത് ദേവന്മാരുടെ പട്ടിയായ
സരമ ആയിരുന്നു. അപ്പം ദേവന്മാരുടെ പട്ടിയുടെ പേരെന്താണ്? സരമ. ആ സരമയായിരുന്നു ആ ശ്വാന മാതാവ്. സരമയുടെ ഇപ്രകാരമുള്ള ശാപവചനം കേട്ട് ജനമേജയൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ജനമേജയൻ്റെ മനസ്സിലേക്ക് അഗാധമായ ഒരു ദുഃഖവും ഭയവും ഉണ്ടായി. വളരെ പാടുപെട്ടാണ് പിന്നീട് അദ്ദേഹം ആ യജ്ഞത്തിൽ പങ്കെടുത്തത്. അങ്ങനെ യജ്ഞമെല്ലാം തീർന്നതിനു ശേഷം ശാപമോചനത്തിനു വേണ്ടി യോഗ്യനായ ഒരു പുരോഹിതനെ ജനമേജയൻ അന്വേഷിച്ച് നടന്നു. ഒരു ദിവസം ജനമേജയൻ വേട്ടയ്ക്ക് പോവുകയാണ്. ആ സമയത്ത് കാട്ടിൽ വേട്ടയാടി നടക്കവേ അദ്ദേഹം ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആ ആശ്രമത്തിൽ ശ്രുതസ്രവസ് എന്ന പേരുള്ള ഒരു ഋഷി ഉണ്ടായിരുന്നു. ആ സന്യാസിയുടെ പുത്രനാണ് സോമസ്രവസ്. ഏതു പാപത്തിൽ നിന്നും ആരെയും മോചിപ്പിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു ആര്? സോമസ്രവസ്. ജനമേജയൻ ആ ഋഷിപുത്രനെ സ്വന്തം പുരോഹിതനാക്കാൻ തീരുമാനിച്ചു. എന്താവശ്യപ്പെട്ടാലും നിറവേറ്റി കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ സോമസ്രവസിനെയും കൂട്ടി ജനമേജയൻ ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു. സോമസ്രവസ് പരിഹാരക്രിയയൊക്കെ ചെയ്ത് അതിലൂടെ ജനമേജയൻ ശാപമോചനവും നേടി. ഹരേ കൃഷ്ണ. ഇങ്ങനെയൊരു കഥയുണ്ട്. എന്താണ് ഈ കഥയിലൂടെ വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. തെറ്റു ചെയ്തെങ്കിൽ കൂടി താൻ നൊന്തു പെറ്റ് പാലൂട്ടി വളർത്തിയ തൻ്റെ കുഞ്ഞിനെ അന്യൻ തല്ലിയാൽ ഏതു പെറ്റമ്മയാണ് സഹിക്കുക? ഇവിടെ നിരപരാധിയായ പട്ടിക്കുഞ്ഞിനെയാണ് ജനമേജയൻ്റെ ബന്ധുക്കൾ തല്ലി ചതച്ചത്. അപ്പോൾ ഒരമ്മയുടെ സങ്കടം ഇങ്ങനെ അണപൊട്ടി ഒഴുകിയത് സ്വാഭാവികം തന്നെ. കാരണം തിരക്കി വന്ന ആ മാതാവിനോട് ജനമേജയൻ പറയണമായിരുന്നു പട്ടിക്കുഞ്ഞ് ഹവിസ് നക്കുമോ എന്നുള്ള ഭയത്താൽ തല്ലിപ്പോയതാണ് എന്ന്. ഒരു രാജാവ് എന്ന നിലയിൽ അദ്ദേഹം തന്നെ അത് പറയണമെന്നില്ല, വേറെ ആരെയെങ്കിലും കൊണ്ട് ഒന്ന് പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ സംഭവിച്ചില്ല. എല്ലാവരും സരമയുടെ വാക്കുകളെ, സരമയുടെ ചോദ്യങ്ങളെ അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സരമ അപ്രകാരം ശപിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ജനമേജയൻ ഒരു പട്ടിയോട് ക്ഷമ യാചിക്കാതിരുന്നത്? ഒരു പക്ഷേ താൻ രാജാവാണെന്നും ഇത് നിസാരമായൊരു പട്ടിയാണെന്നുമുള്ള തോന്നൽ സത്യസന്ധനായ, ധർമ്മിഷ്ഠനായ, നീതിമാനായ ജനമേജയന് വന്നു കാണും. പക്ഷേ അത് ശരിയല്ല എന്നാണ് ഇവിടെ വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഏതു രാജാവായാലും ഏതു വമ്പനായാലും തെറ്റു ചെയ്താൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഇവിടെ സരമ രാജാവിനെ ശപിച്ചത്. സരമയുടെ ശാപം ഫലിക്കുകയും ചെയ്തു. കാരണം പിന്നീട് അങ്ങോട്ട് രാജാവിന് ഒരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല. പശ്ചാത്താപമായിരുന്നു പിന്നീട് രാജാവിൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിരുന്ന വികാരം. ആ പശ്ചാത്താപത്തിലൂടെ തന്നെയാണ് രാജാവ് ആ ശാപമോചനം നേടിയതും. വളരെയധികം പണച്ചിലവുള്ള യജ്ഞങ്ങൾ ചെയ്തിട്ടാണ് ജനമേജയൻ ആ ശിക്ഷയിൽ നിന്നും ആ ശാപത്തിൽ നിന്നും ഒഴിവായത്. ഒരു ക്ഷമ പറച്ചിലിൽ തീരേണ്ടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ വ്യാസനീതി അത് എല്ലാവർക്കും തുല്യമായിരുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരശിരം കൊണ്ട് കിണറ്റിൽ ചാടിയാൽ 7 അരിശം കൊണ്ടും കരയ്ക്കു കയറാൻ പറ്റുകയില്ല.
ഖേദപ്രകടനം കൊണ്ട് അവസാനിക്കുമായിരുന്ന ഒരു കാര്യം ഏറെ ചിലവുള്ള ഒരു യജ്ഞം കൊണ്ട് പരിഹരിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. തുടക്കത്തിൽ ഈർക്കില് കൊണ്ട് പരിഹരിക്കേണ്ടുന്ന കാര്യം വഷളാക്കി പിന്നീട് ഒരു വലിയ പാര കൊണ്ട് പരിഹരിക്കേണ്ടി വന്നതുപോലെയായി. തെറ്റു ചെയ്യരുത്. തെറ്റു ചെയ്തു പോയാൽ പശ്ചാത്തപിച്ച് തെറ്റ് തിരുത്തണം. അല്ലെങ്കിൽ ദോഷഫലം കൊണ്ട് പിടയുകയേ നിവർത്തിയുള്ളൂ. ശ്വാനമാതാവ് രാജാവിന് ശിക്ഷ കൊടുത്തു. പ്രായശ്ചിത്ത യജ്ഞം ചെയ്താണ് രാജാവ് ശാപമോചിതനായത്. അപ്പോൾ വീണ്ടും ഒരു സംശയം തോന്നാം, യജ്ഞം എങ്ങനെയാണ് ശിക്ഷയാകുന്നത്? നമുക്കറിയാം, ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് അല്ലേ? ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ, അതല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലൊക്കെ ഫൈൻ അടയ്ക്കും. പല പല ശിക്ഷാ വിധികളിലും ഫൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യജ്ഞം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഭാരിച്ച പണച്ചിലവ്. ആ പണച്ചിലവ് ഒരു ശിക്ഷ തന്നെയാണ്. കാരണം ആ പണം രാജാവിൻ്റെ പണമാണ്. ആ പണം മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരിക്കാം. അത് ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി യജ്ഞം നടത്തുമ്പോൾ ചിലവാകുന്നു. അതുകൊണ്ട് തന്നെ ആ പണനഷ്ടം ഒരു ശിക്ഷയായി കണക്കാക്കാവുന്നതും ആണ്. ഇതാണ് വ്യാസനീതി. ഏതു വലിയവനായാലും തെറ്റു ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്നാണ് ഈ മഹാഭാരത കഥയിലൂടെ വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കണം. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റു ചെയ്യാതിരിക്കുക. അഥവാ തെറ്റു ചെയ്താൽ അത് ആരോടാണെങ്കിലും അവരോട് ക്ഷമ പറയാൻ മനസ്സു കാണിക്കുക. എങ്കിൽ മാത്രമേ ആ ശിക്ഷയിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഹരേ കൃഷ്ണ.